തൃപ്പൂണിത്തുറ ഇരുമ്പുപാലം അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളേറെയായി. ഇരുചക്രവാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പാലത്തിലൂടെ പ്രവേശനമുള്ളത്. പാലത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ചർച്ചകൾ പോലും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിനടുത്തുള്ള പാലമാണിത്. ദിവസേന നിരവധി ആളുകളാണ് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ സഞ്ചാരാനുമതിയുള്ളത്. ഇരുചക്രവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ മനസ്സിൽ നെഞ്ചിടിപ്പാണ്. എപ്പോൾ വേണമെങ്കിലും പാലം നിലംപൊത്താവുന്ന അവസ്ഥയിൽ. വലിയ ദുരന്ത വാർത്ത കേൾക്കാനാണോ ഭരണകൂടം കാത്തുനിൽക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. ഇവിടുത്തെ MLA ആയിരുന്ന സ്വരാജ്, അദ്ദേഹം പല വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇവിടെ പോയതാണ്. പക്ഷേ യാതൊരു കാരണവശാലും ഇതിനൊരു നീക്കുപോക്കുണ്ടായിട്ടില്ല. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു ശാപം കിട്ടിയ ഒരു ഏരിയ പോലെയായി. പക്ഷേ വളരെ ദുഃഖത്തോടും വേദനയോടും പറയുകയാണ്, ഈ പാലം ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പണിയാനുള്ള സംവിധാനം ഇവിടെ ഭരിക്കുന്നവരും, ഇവിടെ കൊച്ചിൻകോർഷം ഭരിക്കുന്നത്, തൃപ്പൂണിത്തുറ ഭരിക്കുന്നത് ഒക്കെ ഒരേ കക്ഷികളാണ്. സംസ്ഥാനം ഭരിക്കുന്നവരും മുമ്പ് ഒരു പറയുന്നതും കോർപ്പറേഷൻ ഞങ്ങളല്ല, മുനിസിപ്പാലിറ്റി ഞങ്ങൾ രണ്ട് വീടാണ്. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കൂടി ചേരുന്ന ഒരു ഏരിയയാണത്. ഈ പാലത്തിന് ഇപ്പുറത്തേക്ക് ഇത് കോർപ്പറേഷനാണ്, തൊട്ടപ്പുറത്ത് മുനിസിപ്പാലിറ്റി. പക്ഷേ ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ വടംവലി ഭരിക്കുന്ന പോലെയാണ്. പക്ഷേ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഞാനൊരു പഴയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് അപേക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാരിനോട്. ആയിരത്തി 1890 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പു പാലത്തിന്റെ അവസ്ഥയാണിത്. 2019 പാലത്തിന് ബലക്ഷയം കണ്ടെത്തി. 2019 മാർച്ചിൽ പാലത്തിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ച് 6 വർഷമായിട്ടും ഒരു ചലനവും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പുതിയ പാലത്തിനായി 50 ലക്ഷം രൂപ ഭൂമി ഏറ്റെടുക്കൽ ഓഫീസർക്ക് കൈമാറിയതായി അറിയിച്ചു. 2 മാസത്തിനുള്ളിൽ പാലം പുനർനിർമ്മിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ പുനർനിർമ്മാണം പോയിട്ട് ടാർ ഇളകിയ ഭാഗം പോലും നന്നാക്കാൻ കഴിഞ്ഞില്ല. തിരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ മാത്രമാണ് ഈ ഇരുമ്പ് പാലം ചർച്ചാ വിഷയമാകുന്നത്. അടുത്തൊരു തിരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന വാഗ്ദാനമാണ് പാലത്തിന്റെ പുനർനിർമ്മാണം. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ പരിഹാസ രൂപേണയാണ് കാണുന്നത്. ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.